ദിലീപും മഞ്ജുവും തമ്മിൽ വേർപിരിയാൻ കാരണം നടി കാവ്യ മാധവൻ ആയിരുന്നു എന്നത് പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഒരു സിനിമയെ വെല്ലുന്ന കാര്യങ്ങളാണ് ഈ താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലും നടന്നത്. യുവനടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഗായിക റിമി ടോമിയുടെ മൊഴി വളരെ നിർണായകമായിരുന്നു. അന്ന് റിമിയുടെ മൊഴി ഇങ്ങനെയായിരുന്നു: ദിലീപിനും കാവ്യ മാധവനും തമ്മിൽ വിവാഹത്തിന് മുൻപേ ബന്ധമുണ്ടായിരുന്നു. ഇതും മഞ്ജു വാര്യരെ അറിയിച്ചത് ആക്രമിക്കപ്പെട്ട നടിയായിരുന്നു. കാവ്യയും ആക്രമിക്കപ്പെട്ട നടിയും അവരുടെ അച്ഛനമ്മമാരുടെ ഒപ്പമായിരുന്നു അമേരിക്കയിൽ ഷോയിലെത്തിയത്. ആ സമയം കാവ്യയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്കെല്ലാ പേർക്കും അറിയാമായിരുന്നു. കാവ്യയുടെ അച്ഛനും അമ്മയും വളരെ സ്ട്രിക്റ്റ് ആയതിനാൽ അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചിരുന്നില്ല. അമേരിക്കയിൽ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾക്ക് പ്രത്യേകം മുറികളായിരുന്നു ഒരുക്കിയത്. അമേരിക്കയിലെ ഷോ തീർന്ന അവസാന ദിവസം രാത്രി കാവ്യ മാധവൻ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദത്തോടെ ആക്രമിക്കപ്പെട്ട നടിയുടെ മുറിയിൽ എൻ്റെയും അവരുടെയും ഒപ്പം ഒരുമിച്ച് കിടന്നുറങ്ങുവാനായി വന്നിരുന്നു. അന്ന് രാത്രി ഏകദേശം 1 മണിയോടുകൂടി ദിലീപേട്ടനും ഞങ്ങളുടെ മുറിയിലെത്തി. അതിനുശേഷം ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു നടന്നത്. കാവ്യ മാധവനും ദിലീപേട്ടനും ഒരുമിച്ച് ബാത്റൂമിൽ പോയി. കുറേ സമയം കഴിഞ്ഞാണ് അവർ തിരികെ വന്നത്. കുറച്ചു കഴിഞ്ഞ് ദിലീപേട്ടനും റൂമിൽ നിന്ന് തിരികെ പോയി. ഇതിനുശേഷം 2012 ഫെബ്രുവരി 12-ന് മഞ്ജു ചേച്ചിയും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും കൂടി ആക്രമിക്കപ്പെട്ട നടിയുടെ വീട്ടിൽ ചെല്ലുകയും ദിലീപേട്ടനും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആക്രമിക്കപ്പെട്ട നടിയുമായി സംസാരിച്ചതിനെ പറ്റിയും എനിക്കറിയാം. ആക്രമിക്കപ്പെട്ട നടി അമേരിക്കൻ ട്രിപ്പിൽ വച്ച് നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം മഞ്ജു ചേച്ചിയോട് തുറന്നു പറഞ്ഞിരുന്നു. അതിനുശേഷം ആക്രമിക്കപ്പെട്ട നടി എന്നെ വിളിച്ച് ഞാൻ മഞ്ജു ചേച്ചിയോട് അറിയാവുന്നതെല്ലാം തുറന്നു പറയണമെന്നും അവളെല്ലാം ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. മഞ്ജു ചേച്ചി എന്നെ വിളിച്ചിരുന്നു. ഞാൻ ചില കാര്യങ്ങൾ ചേച്ചിയോട് പറഞ്ഞു. തുടർന്ന് ദിലീപേട്ടനും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായതായും എനിക്കറിയാം. 2013-ലെ അമ്മ ഷോയുടെ റിഹേഴ്സൽ നടക്കുന്നതിനിടയിൽ കാവ്യയും ദിലീപേട്ടനും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ മഞ്ജു ചേച്ചി അംഗമായ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആക്രമിക്കപ്പെട്ട നടി അയച്ചു കൊടുത്തിരുന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അവൾ ആക്രമിക്കപ്പെട്ട വിവരം ഞാൻ ടിവിയിൽ വാർത്ത കണ്ടിട്ടാണ് അറിയുന്നത്. രാവിലെ 9 മണിയോടെ ഞാൻ കാവ്യയെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു. എന്നാൽ ഈ വാർത്ത ആദ്യമായി കേട്ടതിൻ്റെ നടുക്കമോ ആകാംക്ഷയോ കാവ്യയുടെ പ്രതികരണത്തിൽ തോന്നിയില്ല. അതെന്താണെന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു റിമി ടോമി പറഞ്ഞത്.